95% ഓട്ടോക്കാർക്കും കാറുകളെ കണ്ടു കഴിഞ്ഞാൽ, പ്രൈവറ്റ് ആയിട്ടുള്ള കാറ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യ. എന്താ കുയിലിനെ കണ്ടു കഴിഞ്ഞാൽ കാക്ക കൊത്തുന്ന പറഞ്ഞ പോലെ ഏത് കാറിനെ കണ്ടാലും ഇവർക്കങ്ങ് ദേഷ്യം, അവരെടുത്തോണ്ട് പോവുക. എന്റെ റൈറ്റും ലെഫ്റ്റ് ആയാലും ഫ്രണ്ട്. നമസ്കാരം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാല് റാപ്പിഡോ ബൈക്ക്. നമ്മൾ ഇതുവരെ പോയേക്കുന്ന ഊബറിനകത്ത് ഓലയ്ക്കകത്തൊക്കെ പോയിരിക്കുന്നത് നമ്മൾ കാറിനകത്ത് ഇതിനകത്തേക്കാണ്. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ബൈക്ക്, ചെന്നൈയിലൊക്കെ ബൈക്കുണ്ട്. അപ്പൊ അതേപോലെ ഇവിടെ വന്നപ്പം കുറെ ഓട്ടോക്കാർ, ഓട്ടോ ചേട്ടന്മാർ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഓട്ടോക്കാർ നമ്മുടെയൊക്കെ ആയിട്ടേക്കാളും ഓക്കെ. എന്താ ഇവർക്കിത് പറ്റത്തില്ല. ഇവർക്ക് പറ്റാത്ത എന്താന്ന് ചോദിച്ചാല്, നിങ്ങൾ പത്തിരുപ്പം അതിനകത്ത് വന്നേക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 10-25,000 രൂപയ്ക്ക് ഒരു ബൈക്ക് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഓടിക്കഴിഞ്ഞാല് ഞങ്ങളെങ്ങനെ ജീവിക്കുന്നു? ഈ 25,000 ഇപ്പൊ അവർക്കും അങ്ങനെ ആയിക്കൂടായോ? എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ആരുടെയും കമ്മീഷൻ മേടിച്ചിട്ടൊന്നുമല്ല ഇവര് ജീവിക്കുന്നത്. കുറെ ഓട്ടോക്കാർ ഇതിനു വേണ്ടിയിട്ട് തടഞ്ഞു നിർത്തി ബൈക്കുകാരെ, റാപ്പിഡോക്കാരെ ഭീഷണിപ്പെടുത്തുക. എന്നിട്ട് നീയൊക്കെ ഓടുന്നൊന്ന് കാണണം. ഇവരാരാ ഈ ഓട്ടോക്കാരെന്ന് പറഞ്ഞാൽ? ഇവർക്ക് എന്താ, ഇവർ രണ്ട് കൊമ്പുണ്ടോ കൂടുതൽ? എല്ലാം എതിർ. പണ്ട് ഊബർ വന്നപ്പോ അവിടെ ഇന്ന സ്ഥലത്ത് പറ്റത്തില്ല, ഇവര് നേരെ പ്രതികരിക്കേണ്ട ഗവൺമെന്റിന്റെ അടുത്ത് പറയണം. അവർക്ക് ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചിട്ടാണ് ഈ ഊബർ ആയാലും ഓല ആയാലും എല്ലാവരും ഓടുന്നത്. ഇവര് പറഞ്ഞേക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ പെർമിറ്റ് എടുത്ത് ഇൻഷുറൻസ്, അവർക്കുള്ള ഓട്ടോ അവർക്ക് കിട്ടും. അതിന് എല്ലാത്തിനും കേട്ടിരിക്കുന്നത് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഇവരെ ഓട്ടോ നേട്ടന്മാര് വന്നിട്ട് ഈ പണയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവർ നിൽക്കത്തില്ല. ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ സമാധാന സാധനം തരത്തില്ല ഈ ഓട്ടോക്കാർ. ഒന്നാമത് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്റെ വണ്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ സ്ക്രാച്ച് ആക്കിയിട്ടുള്ള ഈ ഓട്ടോയാണ്. ഞാൻ ഒരു അടച്ചാക്ഷേപിക്കുകയല്ല. ഒരു 95% ഓട്ടോക്കാർക്കും കാറുകളെ കണ്ടു കഴിഞ്ഞാൽ, പ്രൈവറ്റ് ആയിട്ടുള്ള കാറ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യ. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇല്ല, പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇത് പഠിക്കുക. ഇപ്പൊ കുയിലിനെ കണ്ടു കഴിഞ്ഞാൽ കാക്ക കൊത്തുന്ന പറഞ്ഞ പോലെ ഏത് കാറിനെ കണ്ടാലും ഇവർക്കങ്ങ് ദേഷ്യം, അവരെടുത്തോണ്ട് പോവുക. എന്റെ റൈറ്റും ലെഫ്റ്റ് ആയാലും ഫ്രണ്ട് ഇതിന്റെയൊക്കെ സ്ക്രാച്ച് വന്നിരിക്കുന്നത് ഈ ഓട്ടോക്കാർ വരച്ചേക്കുന്നത്. ഞാൻ എറണാകുളം നമ്മൾ അങ്ങോട്ട് വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് പറ്റുന്ന സംഭവങ്ങളാണിത്. ഇത് എവിടെ തിരിഞ്ഞാലും ഇവന്മാർ എന്തോ ദേഷ്യം പോലാണ് ഇവർ കാറുകാരെ കാണുന്നത്. ഇവർക്കിപ്പം ബൈക്കുകളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പ്രാന്ത് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ റാപ്പിഡോ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് ഇവർ മനസ്സിലിരിപ്പം നമുക്കറിയത്തില്ല. ഇതിനകത്ത് എന്തൊക്കെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയത്തില്ല. ഇവർക്ക് എന്തിന്റെ അസുഖമാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഇവർക്ക് ഇവരുടേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. ഇവരുടെ എല്ലാവരും ഈ ഓട്ടോക്കത്തെ പോകാൻ പാടുള്ളൂ. എന്നൊരു കസ്റ്റമറിന്റെ അടുത്തേക്ക് നിങ്ങൾ ഇവിടെ നിന്ന് വിളിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മള് ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഈ ട്രാഫിക് ബ്ലോക്കിനിടയ്ക്ക് എത്രയും വേഗം നമുക്ക് വീട്ടിലെത്തുകയോ അല്ലെങ്കിൽ ഓഫീസിലെത്തുകയോ മറ്റേതെങ്കിലും സ്ഥലത്ത് എത്തിവെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ട്രാഫിക് ഇല്ലാതെ എത്രയും വേഗം ചെല്ലുക. അതാണ് നമ്മുടെ ഓപ്ഷൻ. അതിന് നമ്മൾ ഏറ്റവും ഇപ്പം സുഖമായിട്ട് നമ്മൾ ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ മാക്സിമം ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈക്കാണ് വിളിക്കുന്നത്. അതിവിടെ എത്തിയപ്പോഴത്തേക്ക് ഈ ഓട്ടോക്കാർ മനസമാധാനം എന്ന സാധനമില്ല. അവന്മാരെ തോളെടുത്തിട്ട് കയറുകയും എന്നിട്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ പറഞ്ഞ ഡയലോഗ് ഉണ്ട്. അതായത് എന്റെ വണ്ടി ഇതുവരെ തട്ടി ഞാൻ ചേട്ടാ എവിടെ നോക്കി ചേട്ടാ വണ്ടി ഓടി ഇത്രയും ബ്ലോക്കായി കിടന്നപ്പോൾ, അതായത് മലയിൽ നിന്നും തോപ്പുംപടിക്ക് പോകുന്ന ബ്രിഡ്ജ് ഇടയ്ക്കൊക്കെ രാത്രി ഭയങ്കര പ്രശ്നമാണ്. രാത്രിയായാലും എപ്പോഴായാലും രാത്രിക് ബ്ലോക്ക്. ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നപ്പോഴും ഭയങ്കര ബ്ലോക്കാണ്. അപ്പൊ ഈ ഓട്ടോക്കാരെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കയറ്റിക്കൊണ്ടുപോകുന്ന സ്വഭാവമുണ്ട്. ഈ ഇടയ്ക്ക് കൊണ്ടും എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അവർ പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞാൽ, ചേട്ടാ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളൊക്കെ മരിക്കാൻ വേണ്ടിയാണോ പോകുന്നത്? ഈ ഓട്ടോക്കാർ സ്ഥിരം പരിപാടിയാണ്, നമ്മൾ ജീവിക്കാൻ വേണ്ടി പോവാന്ന്. അപ്പൊ അവർ ബാക്കിയുള്ള മരിക്കാൻ പോവാന്ന്. വെറും വൃത്തിയുടെ സ്വഭാവമാണ് ഇത്. ഇതിപ്പം 95% ഓട്ടോക്കാരെ എനിക്ക് കുറ്റപ്പെടുത്തിയാൽ പറ്റും. കാര്യം ഞാൻ കണ്ടേക്കുന്നതിൽ വെച്ച് 100 പേരെ കാണുവാണെങ്കിൽ 95 പേര് എന്റെ അടുത്ത് പെരുമാറുന്നത് ഇങ്ങനെ തന്നെയാണ്. എന്താ കാര്യം എന്ന് അറിയത്തില്ല. എന്നിട്ട് ഓരോരുത്തർ പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞാൽ വെറും മേറ്റമായിട്ടുള്ള രീതിയിലാണ്. പെണ്ണുങ്ങൾ വണ്ടിക്കകത്ത് ലേഡീസ് ഉണ്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടാണോ പോകുന്നത്, കുട്ടികളുണ്ടോ ഒന്നും നോക്കത്തില്ല. അവർക്ക് പറയാനുള്ള പറയും. ഈ ഓട്ടോക്കാർ വന്ന് ഭയങ്കര ഒരു ദാഷ്ട്യം പോലെ അവരുടെ രാജാവ് ഒരു ഇതന്നെ. ഇപ്പൊ എനിക്ക് തോന്നി കുറെ സിനിമകളൊക്കെ ഓട്ടോക്കാരെ പൊക്കി പറയുന്ന സിനിമകളൊക്കെ അറിയാം. അത് കണ്ടപ്പോൾ അവർ വിചാരിച്ചു അതാണ് ലൈഫ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും പെരുമാറുന്നത്. എങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമായിട്ട് ഇപ്പൊ ഞാനും പല ടൈമിന് ഇനിയിപ്പോ അങ്ങോട്ട് പലയിടത്തൊരു പരിപാടിക്ക് അർജന്റായിട്ട് പോകാൻ നമ്മൾ റാപ്പിഡോ. ഞാൻ ഇന്ന് രാവിലെ ഒരു റാപ്പിഡോ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ്. ഓഫീസിൽ വണ്ടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടി ഇപ്പൊ വന്നപ്പം സൂക്ഷ്മമായിട്ട് ഞാനാണെങ്കിൽ ഒരു സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ഒരു ആവശ്യം വന്നപ്പം അവിടുത്തെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇനി ഇതേപോലുള്ള പരിപാടികൾ ഇപ്പം സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. ഇനിയിപ്പോ ഒരുപാട് കാണാം. ഓട്ടോ പിടിച്ചു നിർത്തുന്നതും ബൈക്കിന്റെ കാറ്റഴിച്ചു വിടുന്നതും ഇനി അവരെ തന്തയ്ക്ക് വിളിക്കുന്നതും അവരെ ഇനി ഇടിക്കുന്നതൊക്കെ വീഡിയോകളും ഒക്കെ നമ്മൾ ഇനി സോഷ്യൽ മീഡിയയിൽ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അമ്മാതിരി തോന്നിവാസങ്ങളാണ് ഇന്ന് ഈ ഓട്ടോക്കാർ നടന്നത്. പണ്ട് ഊബർ ഇറങ്ങിയപ്പോൾ ഇതിന്റെ അപ്പുറമായിരുന്നു.
പക്ഷെ ഇപ്പൊ ബൈക്കുകാരെയൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പൊ അവര് കറക്റ്റ് ഒരു ചെക്കനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് ഞാൻ ഒരു വീഡിയോ കണ്ടാണ് യൂട്യൂബിനകത്ത്. ചേട്ടാ ഞാനും എന്റെയും വീട്ടില് അമ്മയും പിന്നെ പെങ്ങളും അപ്പനൊക്കെ ഉണ്ട്. ഞാൻ ജീവിക്കാൻ വേണ്ടി നടക്കുന്നയാ. അപ്പൊ അവര് പറഞ്ഞ അവര് ജീവിക്കാൻ വേണ്ടി നടക്കുവാന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, അവർ അവരുടെ ഓട്ടം വരുന്ന അവർ ജയിക്കട്ടെ, എന്നാ അവര് ആ ഓട്ടം വിട്ടിട്ട് ആ ബൈക്ക് എടുക്കട്ടെ, പ്രശ്നം കഴിഞ്ഞല്ലോ. അപ്പൊ എല്ലാവർക്കും ജീവിക്കണം ഇവിടെ. അതിന് നിങ്ങൾ മാത്രം, ഈ ഓട്ടോക്കാർ മാത്രം ഞങ്ങൾക്ക് ടാക്സി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊരു പിന്നെ അഹങ്കാരം ഉണ്ടല്ലോ, അതൊക്കെ നിർത്തുന്നത് നല്ലതാ. അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ ചളുക്ക് കിട്ടും, മനസ്സിലായോ? അല്ല എവിടെന്നെങ്കിലൊക്കെ ചാപ്പാട് കിട്ടും പിടിച്ചോണ്ട് പോയിട്ട്. അപ്പൊ അത് കൊള്ളാനോട് തയ്യാറായിരുന്നു. ഈ വൃത്തിയുടെ സ്വഭാവം ഈ ഓട്ടോക്കാർ നിൽക്കണം. ഇവരൊരു യൂണിയനാ, തേങ്ങയാ മാങ്ങയാന്ന് പറഞ്ഞേക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ തെറ്റ് ശരിയുടെ ഭാഗത്തല്ല അവർ നിൽക്കുന്നത്. അവർ ഈ ഓട്ടോക്കാരുടെ കൂടിയിട്ട് അവരുടെ യൂണിറ്റിൽ 50 വേണ്ട, അവരുടെ 50 കൂടിയിട്ട് ഇപ്പൊ തെറ്റ് ഈ ഏതെങ്കിലും ഓട്ടോക്കാരുടെ ഈ തെറ്റായ ഭാഗത്തല്ല നിൽക്കുന്നത്. അവർക്ക് അവരുടെ യൂണിറ്റ് കമ്മിറ്റി, അവരുടെ ഏരിയ, അവര് അതങ്ങനെ. അപ്പൊ അതൊന്നും നമ്മുടെ കേരളത്തിൽ നടക്കത്തില്ല. അപ്പൊ ഇത് തമിഴ്നാട്ടിൽ അങ്ങനെയൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് ചെന്ന് നിന്നാ മതി കേട്ടാ. ഇപ്പൊ എനിക്ക് ഞാൻ അവിടെ സ്ഥിരം പോകുന്നുണ്ട്. ഇപ്പൊ അവിടെ അങ്ങനെ എങ്ങാനും എന്തോ ഉണ്ടെങ്കിൽ നല്ല ചാപ്പാട് അവിടെ രാഷ്ട്രീയക്കാരും പോലീസുകാരും നല്ല കൊടുക്കുന്നുണ്ട്. ഇവിടെ അത് കിട്ടാത്തതിന്റെ പേരിലാണ് ഓട്ടോക്കാർ ജീവിക്കാൻ നടക്കുന്നത്, തേങ്ങ മാങ്ങാൻ നടക്കുന്നതിന്റെ പേരിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇനി അങ്ങോട്ട് വരും. പിന്നെ ആ ഒരു ധിക്കാരം ഇനി പാവം പിടിച്ചവന്മാരുടെ ദേഹത്ത് കയറണ്ട. ഇപ്പൊ നമ്മളും പിന്നെ റാപ്പിഡോ ഒക്കെ വിളിച്ചു പോകുന്നതാണ്. ഇപ്പൊ എന്തായാലും അത് ഇനിയിപ്പം പല രീതിയിലുള്ള വീഡിയോസുകൾ ഉറപ്പായിട്ടും നമ്മൾ കാണേണ്ടി വരും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നല്ല വീഡിയോസുകൾ കാണേണ്ടി വരും. കാര്യം വന്നപ്പോ ഓരോരുത്തർ കാറ്റടിച്ചു വിടുന്ന ആയാലും ചിലപ്പോൾ ഇടിക്കുന്ന, ചിലപ്പോൾ ഇതിനകത്ത് വേറെ വലിയ വലിയ ഇതിനെക്കാട്ടി വലിയ വലിയ സംഭവങ്ങളൊക്കെ വരെ നടക്കാം. ആ എന്തായാലും നമുക്കിപ്പം കണ്ടറിയാം. ഓക്കെ, ബൈ.